അതറിയിക്കാതെ പോയാ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിട്ടത് മാറും. എന്റെ സുസ്മിത, എനിക്കൊന്നും കേൾക്കണ്ട. നീ എത്രയും വേഗം ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി തന്നാ മതി. ആ, അല്ലെങ്കിലും കള്ളത്തരം പറഞ്ഞ് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർക്കേ ഇവിടെ മാർക്കറ്റുള്ളൂ. എനിക്കൊന്ന് കണ്ടാ മാത്രം മതി, അപ്പൊ തന്നെ കൊണ്ടുപോയിക്കോ. എന്താ നീയൊന്നും പറയാത്തെ? ശരി ശരി, ഞാൻ കൊണ്ടുവരാം. വേറൊന്നിനു വേണ്ടിയല്ല, ഒരാശ്വാസത്തിന് അത്രമാത്രം. മോളെ കൊണ്ടുവരുമോ നീ? എനിക്ക് മോളെ മാറോട് ചേർത്തൊന്ന് പിടിക്കണം, നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കണം. മതി, അത്രയൊക്കെ മതി. അതെങ്കിലും എനിക്കൊന്ന് സാധിച്ചു തരുമോ? അധികം സംസാരിപ്പിക്കണ്ട. ഞാൻ പോയിട്ട് വരാം. നാളെ മോളെ ചേച്ചിയെ കാണിക്കണം. കാണിക്കാന്ന് വാക്ക് കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. കുഞ്ഞിന്റെ സാമീപ്യം ശാരികേച്ചിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. ശാരികേച്ചിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിക്കും. അത്രത്തോളം മോളെ കാണാൻ ശാരികേച്ചി ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ ശാലിനി, താൻ ധൈര്യമായിട്ടിരിക്കുക. ഒരമ്മ തന്റെ കുഞ്ഞിനെ കാണണമെന്ന് അത്രയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും, ഉറപ്പ്. ശ്യാമേ, ശ്യാമേ. ആ മോളെ, ഹോട്ടലിലെ താക്കോലിങ് തന്നെ. ഇതെവിടെയായിരുന്നു ശാന്തിച്ചി? ഒരു മര്യാദയൊക്കെ വേണ്ടേ? ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോ അതിന്റെ ഉത്തരവാദിത്വമൊക്കെ വേണ്ടേ? ഈ സമയനിഷ്ഠ എന്നൊന്നില്ലേ? അത് പിന്നെ ശാലിനി കുഞ്ഞ് പറഞ്ഞപ്പോ. കുഞ്ഞേച്ചിയാണോ ശാന്തിയേച്ചി ഇവിടെ പണിക്ക് നിർത്തിയിരിക്കുന്നത്? അല്ലല്ലോ. അതെ, ശാന്തിയേച്ചി ഇവിടെ പണിക്ക് നിർത്തിയതാരാ? എന്റെ അമ്മയല്ലേ, അതായത് ശാരദാമ്മ. ആ ഒരു ഉത്തരവാദിത്വമെങ്കിലും കാണിക്കണ്ടേ? ശ്യാമേ, ഞാൻ ഇനി മുടങ്ങാതെ വന്നോളാം എന്ന് പറഞ്ഞോണ്ട് കാര്യമുണ്ടോ? ഇവിടെ ശാന്തിയേച്ചി ഇല്ലാതെ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? ശാന്തിയേച്ചി വരില്ലെന്ന് തീർത്തു പറഞ്ഞാ ഞങ്ങൾ വേറെ ആരെങ്കിലും നോക്കും. ഇതിപ്പോ അതും ഇല്ല. അല്ല, എന്നിട്ട് എന്താ ഇവിടുത്തെ കൊച്ചിനെ നോട്ടം? പാതി വഴിയിൽ മതിയാക്കിയോ അതോ അതും ഇതുപോലെ പാതി കിട്ടേച്ചാണോ പോന്നേ? അപ്പോ ശ്യാമ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ശാരികയുടെ കുഞ്ഞിനെ അവിടുന്ന് ആരും എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് പോയെന്നോ? ആര്? അത് ആരാണെന്നൊന്നും അറിയില്ല. എന്തായാലും പോലീസ് കേസൊക്കെ എടുത്തു, ഉടനെ തന്നെ കണ്ടുപിടിക്കുമായിരിക്കും. ആ, അല്ലേലും അതൊരു ശാപം പിടിച്ച കൊച്ചാ. കാണാതായത് തന്നെ എന്തായാലും നല്ലത്. പോട്ടെ, നാശം. അതിന്റെ ചേച്ചിയുടെ മോളാ. ചേച്ചി ദേ കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ, മാറങ്ങോട്ട്. കുഞ്ഞിനെ ആരെ എടുത്തോണ്ട് പോയെന്ന് വല്ല വിവരമുണ്ടോ? ഇല്ല, പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവിടെ ആകെ പ്രശ്നോ. രാഘവേട്ട, ഇതും കഴിച്ചേ. കഴിക്കുന്നേ, കഴിച്ച് എനിക്ക് വയ്യ ഭാമേ. ഇത് നിർത്തണ കാര്യമൊന്നും ആ ഡോക്ടർ പറഞ്ഞില്ലേ? ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള മരുന്ന് രാഘവേട്ട ഇത്. അതങ്ങനെ പെട്ടെന്നൊന്നും നിർത്താൻ പറ്റത്തില്ല. എങ്കിലും ഇപ്രാവശ്യം നമുക്ക് ചെല്ലുമ്പോഴേ ഡോക്ടറോടൊന്ന് ചോദിച്ചു നോക്കാം. ഭാമേ, മറ്റൊന്നും കൊണ്ടല്ല, ഇത് കഴിച്ചാലേ ഭയങ്കര തളർച്ചയാ. കിടന്ന അപ്പൊ തന്നെ കുറേ പോവാ. രാഘവേട്ടന് അല്ലെങ്കിൽ എപ്പോഴും ഓരോരോ ഓട്ടോ അല്ലേ, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ കേക്കുവോ? കേക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഡോക്ടർ മനഃപൂർവ്വം തന്നതായിരിക്കും ഈ ഗുളിക. കഴിക്കേ. ഇത് കഴിക്കണോ?
കഴിക്ക് രാഘവേട്ടാ. എന്നാലല്ലേ അസുഖം ഭേദമാവൂ. കഴിക്ക്. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങ്. എഴുന്നേക്കുമ്പോ ക്ഷീണം എല്ലാം മാറും. കിടന്നോ രാഘവേട്ടാ. പുതപ്പൊന്നും വേണ്ട ഭാമേ. കിടന്നോട്ടെ രാഘവേട്ടാ, തണുപ്പല്ലേ. ആ, തലേണെടുത്ത് നേരെ വെക്ക്. കിടന്നു. ഇവളെന്തിനാണ് ഇപ്പൊ കെട്ടിയെടുത്തിരിക്കുന്നത്? എന്താ സത്യാമ്മ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഇത് ഞാൻ തന്നെയാ, സത്യാമ്മയുടെ സ്വന്തം സുസ്മിത. സ്വന്തം സുസ്മിതയോ? നീ എന്നാടി എന്റെ സ്വന്തമായത്? നിന്റെ സ്ഥാനം ഇന്ന് ഈ വീടിന് പുറത്താ. ഞാൻ പുറത്തു പൊക്കോളാം. പക്ഷെ അകത്ത് കെട്ടിലമ്മ ചമഞ്ഞിരിക്കുന്നവളെയും കൂടി പുറത്താക്കേണ്ടി വരും. അവള് ചെയ്തു വെച്ച മഹത്വങ്ങൾ സത്യാമ്മയ്ക്ക് എന്താ സംഭവിച്ചെന്നൊക്കെ അറിയണ്ടേ? നീ ഇവിടെ ഒരു കാര്യം അറിയിക്കണ്ട. നീ പറയുന്നൊന്നും ഞങ്ങൾ ഇവിടെ ആരും വിശ്വസിക്കുകയില്ല. വേണ്ട, വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അറിയിക്കേണ്ടത് എന്റെ കടമയാണല്ലോ. എന്തു നുണയും കൊണ്ടാ നീ കയറി വന്നിരിക്കുന്നത്? വിഷ്ണുവിനെ വീണ്ടും എവിടെയെങ്കിലും വെച്ച് കണ്ടു എന്നാണോ പറയാൻ പോകുന്നത്? എടി, ഇനി നീ ഇങ്ങനെ നുണയുണ്ടാക്കി കഷ്ടപ്പെടുകയൊന്നും വേണ്ട. എന്റെ മകൻ എന്റെ അടുത്തെത്തും, ഉടനെ തന്നെ എത്തും. മകൻ സത്യാമ്മയുടെ അടുത്തേക്ക് എത്തും എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് സത്യാമ്മ മകന്റെ അടുത്തേക്ക് എത്തും എന്ന് പറയുന്നതാണ് ഇപ്പൊ സിറ്റുവേഷൻ ഉചിതം. ഇനി അങ്ങനെ സംഭവിക്കാനേ മാർഗമുള്ളൂ. സത്യാമ്മയ്ക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതല്ലേ. ഒന്ന് നിർത്തടി. ഇനി നീ ഇവിടെ നിന്ന് അധികം നാവാടാനൊന്നും നിൽക്കണ്ട. ഇവിടെയുള്ളവർക്കൊക്കെ നിന്നെ കാണുന്നു തന്നെ ചതുർത്തിയ. സുസ്മിത, നീ പോ. ഇനി ഒരടവും നിന്റെ ഇവിടെ ഓടില്ല. ഞാൻ പൊക്കോളാം. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു വലിയ ചതിയുടെ യഥാർത്ഥ സത്യം അറിയിക്കണമെന്നുണ്ട്. അതറിയിക്കാതെ പോയാ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിട്ടത് മാറും. എന്റെ സുസ്മിത, എനിക്കൊന്നും കേൾക്കണ്ട.